Dear students, welcome to Learner's World. In this video, I'm going to talk about integrating human rights, leave no one behind, and gender equality into UN cooperation frameworks, United Nations Sustainable Development Group, FIUGP, VAC, Semester 4, Science under Calcutta University. Summary of integration of human rights, leave no one behind, and gender equality into UN cooperation frameworks, United Nations Sustainable Development Group. It is a YouTube video produced by United Nations Sustainable Development Group, highlights the importance of human rights that incorporate all people irrespective of gender, nation, race, class and other differences. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു യൂണിറ്റ് ഒരു യൂട്യൂബ് വീഡിയോനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നേഷൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പാണ്. ഇവർ ഹൈലൈറ്റ് ചെയ്യുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം എന്ന് പറയുന്ന സമയത്ത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു റൈറ്റ്സാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ ക്ലാസ്, ജെൻഡർ, കളർ ഇതിൻ്റെ ബേസിലൊന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ എല്ലാ ആളുകളെയും, എല്ലാ തരത്തിലുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാകും, സമൂഹത്തിൽ ദുർബലരായിട്ടുള്ളവരുണ്ടാവും, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള, ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. The United Nations work for peace, development and human rights for all people in the world. അപ്പോൾ UN പ്രവർത്തിക്കുന്നത് സമാധാനത്തിനും അതുപോലെ ഡെവലപ്മെൻറ്റ്, പുരോഗതി, അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ ആളുകൾക്കും, ലോകത്തിലുള്ള എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് അവിടെ ഒരു ഇക്വാലിറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല, ക്ലാസിൻ്റെ പ്രശ്നം വരുന്നില്ല, റേസ്, നേഷൻ, ജെൻഡർ ഇതിനൊന്നും പ്രശ്നം വരുന്നില്ല. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഹ്യൂമൻ റൈറ്റ്സ്, ഒരു മനുഷ്യാവകാശം കൂടെ ആണ്. അതിനു വേണ്ടിയിട്ടാണ് UN ഐക്യരാഷ്ട്ര സംഘടന പ്രവർത്തിക്കുന്നത്. To achieve this, the UN created the 2030 Agenda for Sustainable Development, which is a global plan to make life better for people and the planet. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻ 2030 അജണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 2030 അജണ്ട ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള ആളുകളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് അജണ്ട ഇൻക്ലൂഡ്സ് 17 sustainable goals and 169 targets that aim to end poverty, protect nature and ensure prosperity for everyone. അപ്പോൾ ഈ ഒരു അജണ്ടയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ 17 സസ്റ്റൈനബിൾ ഗോൾസ് ഉണ്ട്, സുസ്ഥിരപരമായിട്ടുള്ള ലക്ഷ്യമുണ്ട്, 169 ടാർഗറ്റ്സ് ഉണ്ട്, അതുപോലെ പോവർട്ടി, പട്ടിണിക്കൊരു അന്ത്യം വരുത്തുക എന്നുള്ളൊരു ലക്ഷ്യം ഈ ഒരു അജണ്ടയിലുണ്ട്. അതുപോലെ പ്രകൃതിനെ സംരക്ഷിക്കുക, എല്ലാവർക്കും പ്രോസ്പെരിറ്റി, ഐശ്വര്യം, നന്മ കൈവരിക്കുക എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ആണ് ഈ ഒരു അജണ്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എ മേജർ എയിം ഓഫ് ദി UN ഈസ് ടു ക്രിയേറ്റ് എ വേൾഡ് വേർ നോ വൺ ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ്. ഈ ഒരു UN, യുണൈറ്റഡ് നേഷൻ്റെ ഒരു മേജർ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് ആരെയും പിറകിലാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട്, അവിടെ ക്ലാസ്സോ ജെൻഡറോ നേഷനോ റേസോ ഒന്നിൻ്റെയും ബേസിലല്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട്, സമൂഹത്തിലെ താഴെക്കിടയിലുള്ള ആളുകളുണ്ടാവും, ദുർബലരായവരുണ്ടാവും, പോർ സെക്ഷൻസ് ഉണ്ടാവും, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള, ആരെയും പിന്നിലാക്കാതെ പിറകിലാക്കാതെയുള്ള ഒരു വേൾഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായിരുന്നു ലക്ഷ്യം UNൻ്റെ. This means helping the poorest, most vulnerable and marginalized groups. അതായത് എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യിക്കുക. അതായത് സമൂഹത്തിൽ പാവപ്പെട്ടവരുണ്ടാകും, ദുർബലരായിട്ടുള്ളവരുണ്ടാകും, മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്. അതായത് മാർജിനലൈസ്ഡ് വരുന്നത് താഴെക്കിടയിലുള്ള ആളുകൾ, അതിൽ അൺടച്ചബിളായിട്ടുള്ള കാസ്റ്റ് പരമായിട്ട്, ജാതി സമ്പ്രദായമായിട്ടുള്ളൊക്കെ താഴേക്കിടയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് UN ഉണ്ടായിരുന്നത്. The UN also wants people everywhere to live freely, safely and peacefully.
അതുപോലെ UN ആവശ്യപ്പെട്ടത് ലോകത്തിലെ എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് സേഫായിട്ട് പീസ്ഫുള്ളി സമാധാനത്തോടു കൂടി ഉള്ള ഒരു ജീവിതം ആണ് ആവശ്യപ്പെട്ടത്. ദെൻ 2030 അജണ്ട ഫോക്കസസ് സ്ട്രോങ്ലി ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ബിക്കോസ് റിയൽ ഡെവലപ്മെൻറ്റ് കനോട്ട് ഹാപ്പൻ അൺലെസ് എവറി പേഴ്സൺസ് ബേസിക് റൈറ്റ്സ് ആർ റെസ്പെക്റ്റഡ്. 2030 അജണ്ട സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്തത് ഹ്യൂമൻ റൈറ്റ്സിനെ തന്നെയാണ്, മനുഷ്യ അവകാശത്തെ തന്നെയാണ്. അതായത് ഓരോ മനുഷ്യൻ്റെയും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ നിറവേറാതെ ഒരു റിയൽ ഡെവലപ്മെൻറ്റ്, ഒരു യഥാർത്ഥ ഒരു വികസനം നടക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു 2030 അജണ്ടയിൽ. The UN also says that gender equality and women's empowerment are essential. അതുപോലെ തന്നെയാണ് യുണൈറ്റഡ് നേഷൻ പറഞ്ഞിട്ടുള്ള ജെൻഡർ ഇക്വാലിറ്റി, അതുപോലെ തന്നെ സമത്വം, അതായത് ജെൻഡറിലുള്ള സമത്വം, വുമൻസ് എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. Without women's equal participation, a fully stable and resilient society cannot be achieved. അതായത് സ്ത്രീകളുടെ തുല്യമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ല എങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള, ഒരു റെസിലിയൻ്റ്, ഒരു പ്രതിരോധശേഷിയുള്ള, ഒരു ചെറുത്തുനിൽപ്പുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയില്ല. The UN Sustainable Development Group highlights that development must include everyone, no matter their gender, nationality, race, class or background. അപ്പോൾ UN Sustainable Development Group ഹൈലൈറ്റ് ചെയ്യുന്നത് വികസനം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വികസനമാണ്. അവിടെ ജെൻഡറോ നാഷണാലിറ്റിയോ റേസോ ക്ലാസ്സോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അടിസ്ഥാനമാക്കിയിട്ടില്ല. ടു സപ്പോർട്ട് ദിസ് ദ UN ഫോളോസ് 6 key components. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്ര സംഘടന 6 കീ കോമ്പണൻസ്, 6 എലമെൻറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങൾ പറയുന്നുണ്ട്. അതിൽ വന്നിട്ടുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് ബേസ്ഡ് അപ്രോച്ച്, മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമീപനം. ലീവ് നോ വൺ ബിഹൈൻഡ്, ഒരാളെയും പിറകിലാക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട്, ഒരു ജാതിയുടെ പേരിലോ ജെൻഡറിൻ്റെ പേരിലോ നാഷണാലിറ്റിൻ്റെ പേരിലോ റേസിൻ്റെ പേരിലോ വംശത്തിൻ്റെ പേരിലോ ഒന്നും ആരെയും പിന്തള്ളാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്. ജെൻഡർ ഇക്വാലിറ്റി, വുമൻസ് എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണം, റെസിലിയൻസ്, പ്രതിരോധ ശേഷി, സസ്റ്റൈനബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. The video emphasizes that all countries must work together through a revitalized global partnership to achieve the SDGs. പിന്നീട് ഈ ഒരു യൂട്യൂബ് വീഡിയോ എംഫസൈസ് ചെയ്യുന്നത്, ഊന്നൽ നൽകുന്നത് എല്ലാ രാജ്യങ്ങളിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം. Strong international cooperation, peace and unity are necessary to successfully meet the 2030 goals. അപ്പോൾ ഈ ഒരു 2030 ഈ ഒരു അജണ്ട നടപ്പിലാക്കണം എങ്കിൽ, സക്സസ്ഫുള്ളായിട്ട് അത് മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കോപ്പറേഷൻ, ശക്തമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഒരു ഒത്തൊരുമ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള, വളരെ സമാധാനത്തോട് കൂടിയിട്ടുള്ള, ഐക്യത്തോട് കൂടിയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണെന്ന്